നമസ്കാരം. അങ്ങനെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. ഇനി ആര് അധികാരത്തിൽ വരും എന്നുള്ളത് ജനം തീരുമാനമെടുത്തിട്ടുണ്ട്. അത് ആരാണ്, അതെന്താണ് എന്നതിനെ സംബന്ധിച്ച് മെയ് 4-ന് ജനവിധി പുറത്തേക്ക് വരും. ഭരണപക്ഷം തുടരട്ടെ എന്നോ വേണ്ട പ്രതിപക്ഷം അധികാരത്തിലേക്ക് വരട്ടെ എന്നോ എന്താണ് ജനം വിധി എഴുതിയിരിക്കുന്നു എന്ന് അവർക്ക് മാത്രം അറിയാവുന്ന ഒരു കാര്യമാണ്. ഭൂരിപക്ഷം എന്ത് തീരുമാനമെടുത്തു എന്നതിനെ സംബന്ധിച്ച് ഒരിക്കലും ആരുടെയും മനസ്സ് വായിക്കാൻ ഈ നാട്ടിലെ മനുഷ്യർക്ക് കഴിയാത്തത് കൊണ്ട് തന്നെ, അല്ലെങ്കിൽ ഒരു ന്യൂനപക്ഷ ആൾക്കാരുടെ അഭിപ്രായം വെച്ചിട്ട് ഇതാകും തെരഞ്ഞെടുപ്പ് ഫലം എന്നുള്ള അവകാശവാദങ്ങൾ ഉന്നയിക്കാൻ തൽക്കാലം മുതിരുന്നില്ല. കാര്യം പലയിടത്തുള്ള ഈ സർവേയുമായി ബന്ധപ്പെട്ടുള്ള പ്രതികരണങ്ങൾ കാണുന്നുണ്ട്. ആ പ്രതികരണങ്ങൾ അല്ലെങ്കിൽ അതിനെ സംബന്ധിച്ചുള്ള വിലയിരുത്തലുകളൊക്കെ പുറത്തേക്ക് വരുമ്പോൾ കേരളത്തെ സംബന്ധിക്കുന്നിടത്തോളം ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് മുൻപില്ലാത്തൊരു അനുഭവമായിരുന്നു എന്ന് എല്ലാവർക്കും മനസ്സിലാക്കും. കാര്യം സോഷ്യൽ മീഡിയ ഏറ്റവും സജീവമായ, അതിൻ്റെ ഏറ്റവും ഉന്നതിയിൽ നിൽക്കുന്ന സന്ദർഭത്തിൽ നടന്ന തെരഞ്ഞെടുപ്പാണ്. അതുകൊണ്ട് വീറും വാശിയുമേറിയ പോരാട്ടം ഫീൽഡിലെ പോലെ തന്നെ സോഷ്യൽ മീഡിയയിലും ദൃശ്യമായിരുന്നു. ഈ തെറിക്കുത്തരം മറുപത്തൽ എന്ന് പറയുന്ന അതേ ശൈലിയിലാണ് എന്താണോ പ്ലാൻ ചെയ്യുന്നത് അതിനെ ഉടനടി സോഷ്യൽ മീഡിയയിലൂടെ അതിനെ തരിപ്പണമാക്കുന്ന യുദ്ധസമാനമായിട്ടുള്ള ഒരു അന്തരീക്ഷമായിരുന്നു കഴിഞ്ഞ കുറച്ച് ദിവസമായി അല്ലെങ്കിൽ ഒരു മാസക്കാലമായി കേരളത്തിൽ ദൃശ്യമായിരുന്നത്. എന്തായാലും ആ വിഷയവുമായി ബന്ധപ്പെട്ട് അൺപ്രഡിക്റ്റബിൾ ആണെന്ന് പറയുന്നു. യാതൊരു തരത്തിലുള്ള ഈ പ്രവചനത്തിനും ഞാൻ തയ്യാറാകുന്നില്ല. കാര്യം പ്രവചിക്കാൻ നമുക്ക് ഈ പണ്ടത്തെ കാലഘട്ടത്തിൽ പറയും പോലെ നമുക്കൊരു ത്രികാല ജ്ഞാനമോ ഇന്ദ്രിയോ ഒക്കെ വേണം. എന്തായാലും അതില്ലാത്തത് കൊണ്ട് എന്ത് സംഭവിക്കാൻ പോകുന്നു എന്ന് കൃത്യമായി പറയാൻ പറ്റാത്തൊരു സാഹചര്യം ഉള്ളത് കൊണ്ട് അതിന് മുതിരുന്നില്ല. പക്ഷെ ഒരു കാര്യം പറയാതിരിക്കാൻ നിവർത്തിയില്ല. ജനാധിപത്യത്തിൽ തിരഞ്ഞെടുക്കലുകൾ അതൊരിക്കലും മതങ്ങൾ സ്വാധീനിക്കപ്പെടരുത്, അല്ലെങ്കിൽ വർഗീയത സ്വാധീനിക്കപ്പെടരുത്. അങ്ങനെ സ്വാധീനിക്കപ്പെട്ട് ഒരു വിജയം കൈപ്പടിയിൽ ഒതുക്കിയാൽ അത് പുല്ല് പോട്ടെ എന്ന് വിചാരിക്കുന്നതാണ് അന്തസ് എന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. കാര്യം അങ്ങനെ സ്വാധീനത്തിന് വഴങ്ങിയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കൺസോൾട്ടേഷൻ വഴി ജനങ്ങളെ പല പല കണ്ണികളിലാക്കി, നിങ്ങൾ മുസ്ലിമാണ്, നിങ്ങൾ ക്രിസ്ത്യാനിയാണ്, നിങ്ങൾ ഹിന്ദുവാണ് എന്ന രീതിയിൽ പല കണ്ണികൾ നിർത്തി ആ വികാരത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ ഏതെങ്കിലും തെരഞ്ഞെടുപ്പ് വിജയിച്ചു കഴിഞ്ഞാൽ ആ വിജയിക്കാൻ സഹായിക്കുന്നവർക്ക് വിധേയത്വം കാട്ടേണ്ട സാഹചര്യം നിങ്ങളുടെ മുന്നിൽ വരും, ആരായിരുന്നാലും ശരി. അതുകൊണ്ട് അത്തരം വിജയങ്ങളെ മാത്രമാണ് ഈ തെരഞ്ഞെടുപ്പിൽ ശക്തമായി എതിർക്കുന്നതും എതിർക്കപ്പെടേണ്ടതുമെന്നുള്ള ശക്തമായ നിലപാടുണ്ട്. കാര്യം ലോകത്തൊരിടത്തും ഏതെങ്കിലും ഒരു പക്ഷത്തെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മതവിഭാഗത്തെയൊക്കെ ഭയപ്പെടുത്തിയോ ആശങ്കപ്പെടുത്തിയോ ഒക്കെ ഒപ്പം നിർത്തിയതിന് ശേഷം ആ തെരഞ്ഞെടുപ്പ് വിജയം നിങ്ങൾ നേട്ടമുണ്ടാക്കുകയാണെങ്കിൽ അവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ മുഴുവൻ നിങ്ങൾക്ക് ചെയ്തു കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ, തൃപ്തിപ്പെടുത്താൻ പറ്റിയില്ലെങ്കിൽ നിങ്ങളുടെ ബദ്ധശത്രുവായിട്ട് അവർ മാറുകയും ചെയ്യും. നിങ്ങൾക്കെതിരെ അവർ പടവാളോങ്ങുന്ന സന്ദർഭവും വരും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് ഒരു മതേതര സമൂഹത്തെ സൃഷ്ടിക്കണമെന്നുണ്ടെങ്കിൽ മതം പറഞ്ഞല്ല, മതേതരത്വം പറഞ്ഞു തന്നെയാണ് തെരഞ്ഞെടുപ്പുകളെ നേരിടേണ്ടത്. എന്തായാലും ആ സമയമൊക്കെ കടന്നു പോയി കഴിഞ്ഞു. ജനവിധി അത് എന്താണെന്ന് ബാലറ്റിലായി കഴിഞ്ഞു. അതിനെ സംബന്ധിച്ചുള്ള റിസൾട്ട് വരുന്നത് വരെ വളരെ ആകാംക്ഷയിലാണ്. എൻ്റേതായിട്ടുള്ള ആശകൾ, എൻ്റേതായിട്ടുള്ള പ്രതീക്ഷകൾ, എൻ്റേതായിട്ടുള്ള വിലയിരുത്തലുകൾ അത് കഴിഞ്ഞ കുറേ ദിവസമായി ശക്തമായി തന്നെ സമൂഹത്തോട് പറഞ്ഞിരുന്നു. അത് നടക്കുമോ ഇല്ലയോ എന്ന് എനിക്കൊറ്റയ്ക്ക് തീരുമാനമെടുക്കാൻ ശേഷിയില്ല, അല്ലെങ്കിൽ ഞാൻ വിചാരിച്ചാൽ നടക്കുന്ന കാര്യമല്ലാത്തത് കൊണ്ട് എന്താണ് ജനവിധി എന്ന് ഭൂരിപക്ഷം ജനങ്ങൾ തീരുമാനിക്കുന്നതാണ്. അതെന്തായാലും മാനിക്കുക എന്നുള്ളതാണ് ഒരു ഉത്തരവാദിത്തപ്പെട്ട പൗരന്റെ ചുമതല എന്നുള്ള നിലയ്ക്ക്. ഏതായാലും ശരി, അതിൻ്റെ ശരിതെറ്റുകളെ കുറിച്ച് പറയുമെങ്കിലും ഇപ്പോൾ പ്രതിപക്ഷത്തിരിക്കുന്നവരാണ് ഇനി ഭരണപക്ഷത്തേക്ക് വരേണ്ടവർ എന്ന് ജനവിധി ഉണ്ടായാലും, അല്ല ഭരണപക്ഷമാണ് തുടരേണ്ടതെന്ന് പറഞ്ഞാൽ അത് കൂടുതൽ സന്തോഷം നൽകും. മറ്റത് വിഷമമാണെങ്കിൽ പോലും ഒരു വർഗീയ കക്ഷിക്ക് ഈ നാട്ടിൽ അധികാരത്തിലേക്ക് വരാൻ കഴിഞ്ഞില്ല എന്ന ആശ്വാസം ഉള്ളിലുള്ളത് കൊണ്ട് അവർക്ക് ഈ നാട്ടിൽ അധികം സ്പേസ് ഉണ്ടാകാത്തൊരു തെരഞ്ഞെടുപ്പ് ആകണമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആഗ്രഹം. അതുകൂടി കടന്നു പോവുകയാണെങ്കിൽ പിന്നെ കേരളം ഇന്ത്യക്കകത്തെ പച്ചത്തുരുത്താണ് എന്ന വാക്ക് ഒരിക്കലും ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ ചെന്നെത്തിപ്പെടും. അതുകൊണ്ട് ഇക്കഴിഞ്ഞു പോയ തെരഞ്ഞെടുപ്പ് 10 വർഷത്തെ തുടർഭരണത്തിന് ശേഷം മൂന്നാമതൊരു വട്ടം കൂടി ഒരു മുന്നണി അധികാരത്തിൽ വരാൻ പോകുന്നു എന്ന പ്രതീതി ഇവിടെ സൃഷ്ടിക്കപ്പെട്ടതിന് ശേഷം അരയും തലയും മുറുക്കി പ്രതിപക്ഷം അവരാൽ കഴിയുന്ന സകലമാന ആയുധങ്ങളും സമാഹരിച്ച് നടത്തിയ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിന്റെ വിധി എന്താകുമെന്നതിനെ സംബന്ധിച്ച് ആകാംക്ഷാപൂർവം തന്നെ
മെയ് 4 വരെ കാത്തിരിക്കുകയാണ്. അത് ഇവിടുത്തെ സാധാരണക്കാരുടെ മനസ്സിൽ എന്തുണ്ടോ അതേ ചോദ്യങ്ങൾ, അതേ ചിന്തകൾ, എന്തൊക്കെ അനുകൂല ഘടകങ്ങളുണ്ട്, എന്തൊക്കെ തിരിച്ചടിയായിട്ടുണ്ടാകാം, എന്താണ് ജനങ്ങളെ സ്വാധീനിച്ചത്, ഇനി ഏതെങ്കിലും അടിയൊഴുക്ക് സംഭവിച്ചിട്ടുണ്ടോ, ഒരു തരംഗം ഉണ്ടായിട്ടുണ്ടോ, ഒന്നും മാധ്യമങ്ങളുടെ ചില വിലയിരുത്തലുകളും ചില പ്രീപോൾ സർവേകളും കണ്ട് ചില ആശയക്കുഴപ്പങ്ങൾ ഉണ്ടായതിനപ്പുറം ഒന്നും പറയാൻ പറ്റാത്ത സാഹചര്യമാണ് നിലവിലുള്ളതെന്നാണ് എൻ്റെ അഭിപ്രായം.